വചനമൊന്ന് ഭക്ഷിപ്പാൻ, ദൈവത്തിന്റെ വചനം ഒന്ന് അംഗീകരിപ്പാൻ, ദൈവത്തിന്റെ വചനത്തോട് വിശ്വസ്ത പുലർത്തുവാൻ നീ നിന്നെ തന്നെ ഏൽപ്പിക്കുന്നുവെങ്കിൽ നിന്റെ സങ്കടത്തെ സന്തോഷമാക്കി, നിന്റെ രട്ടിനെ മാറ്റുവാൻ, നിന്റെ ദുഃഖത്തെ മാറ്റുവാൻ, നിന്റെ വിലാപത്തെ മാറ്റുവാൻ ദൈവ വചനത്തിന് കഴിയും. എത്ര വലിയ സങ്കീർണ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും. യിരെമ്യാവിനെ കഴുത്തിനൊപ്പം ചെളിയിൽ ഇറക്കി നിർത്തിയിരിക്കുക. കാരണം എന്താണ്? രാജാവിന് ഇഷ്ടമില്ലാത്തത് പ്രവചിച്ചു. ദൈവിക ആലോചന പറഞ്ഞു എന്നുള്ളതിൻ്റെ വിഷയത്തിൽ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചെന്ന വിഷയത്തിൽ തൻ്റെ ജീവന് പോലും ഭീഷണിയായി താൻ ആ കുഴിയിൽ ഇറങ്ങി നിൽക്കുമ്പോഴും ആ ഭക്തൻ പറയുന്നത് എന്താ അറിയാമോ? എൻ്റെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കഴുത്തിനൊപ്പം ലിറ്ററലി അദ്ദേഹം എന്താണ് ഒരു കുഴിക്കകത്ത് ഇറങ്ങി നിൽക്കുമ്പോഴും ആ ഭക്തൻ പറയുന്നത് എൻ്റെ പ്രാണൻ പോയിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കും. ഈ പകലൊന്ന് പറഞ്ഞാട്ടെ, നീ ആഗ്രഹിക്കുന്ന ഒരു പക്ഷെ നടന്നെന്ന് വരത്തില്ല. ഹൃദയത്തിൽ ശൂന്യത കടന്നു വന്നേക്കാം. ഹല്ലേലൂയ. സാമ്പത്തിക തകർച്ചയുണ്ടാകാം, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകാം, കണക്ക് കൂട്ടലുകൾ തെറ്റെന്ന് വരും. പക്ഷേ നിനക്ക് ആശ്രയിപ്പാൻ ദൈവത്തിന്റെ വചനം നിന്റെ സമീപത്തിരിക്കുമ്പോൾ നിന്റെ ഹൃദയം ദുഃഖിപ്പാൻ, നിന്റെ ഹൃദയം ഭാരപ്പെടുവാൻ ഇടവരരുത്. സന്തോഷം പകർന്നിരുന്ന, ആനന്ദം പകർന്നിരുന്ന ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആ വചനം ഇപ്രകാരം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. യിരെമ്യാവ് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിന് എന്തായി? ആനന്ദം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ആനന്ദമായത്, അതിന് മുന്നേ വരെ എന്തും ഉണ്ടായില്ല. ഈ വചനം ഭക്ഷിക്കാതിരുന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആനന്ദമൊന്നും, നമ്മുടെയൊക്കെ ഈ പല ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ മാറുക. സ്തോത്രം. ഈ വചനം ഭക്ഷിച്ചാൽ മതി. ഇതേ പ്രൈസ്. 10 പേരോട് പരിഭവം പറഞ്ഞ് നടന്നാലൊന്നും പല വിഷയങ്ങൾക്കും എന്തില്ല, പരിഹാരം ഉണ്ടാകണമെന്നില്ല. സ്തോത്രം. 10 പേർ 10 ചെവിയിലോട്ട് കൊടുക്കുമെന്നല്ലാതെ ഹല്ലേലൂയ. ഈ പകൽ യഥാർത്ഥമായി ചില ദുഃഖങ്ങൾ മാറണമോ, ചില സങ്കടങ്ങൾ മാറണമോ, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറണമോ, അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ വചനം ഒന്ന് ഭക്ഷിപ്പാൻ ഇടയായെങ്കിൽ ഈ പകൽ ഒന്ന് പറയട്ടെ, നിന്റെ പല പ്രതിസന്ധികൾക്കും, പല രോഗങ്ങൾക്കും, പല തകർച്ചകൾക്കും, പല ഏകാന്തകൾക്കും വിടുതൽ നൽകുവാൻ ദൈവ വചനത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്.